ആനിയമ്മയ്ക്ക് 65 വയസ്സാണ്. 3-4 കൊല്ലം മുമ്പ് വരെ പുകയിലയൊക്കെ കൂട്ടി നല്ലോണം മുറുക്കുമായിരുന്നു. പക്ഷേ പിള്ളേരുടെ നിർബന്ധവും വഴക്കുമൊക്കെ ആയപ്പോൾ മുറുക്കൽ നിർത്തി. ആനിയമ്മയുടെ ഭാഷയിൽ പറഞ്ഞ അന്ന് മുതൽ വായിൽ ഓരോ പ്രശ്നങ്ങളാണ്. ഏത് ഈ മുറുക്ക് നിർത്തിയത് മുതൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരിക, നീറ്റൽ, പുകച്ചിൽ, അങ്ങനെ. അതായത് ആനിയമ്മയ്ക്ക് ഈ മുറുക്കണം അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ കാരണങ്ങളാണ്. പക്ഷേ ഓരോ തവണ പുണ്ണ് വരുമ്പോഴും ചിലപ്പോൾ മൗത്ത് വാഷ് ഉപയോഗിക്കും, ഒരാഴ്ച കൊണ്ട് അത് മാറും. ചിലപ്പോൾ മൗത്ത് വാഷും വേണ്ടി വരില്ല, ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുൽക്കുഴിഞ്ഞാൽ തന്നെ അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് മാറാറുണ്ട്. പക്ഷേ ഒരു 2 മാസം മുമ്പാണ് നാവിൻ്റെ ഇടതുവശത്ത് ഒരു പുണ്ണ് വന്നത്. അത് മൗത്ത് വാഷും ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതും ഒക്കെ കവിളി നോക്കി മാറുന്നില്ല. അപ്പോഴാണ് ഗൾഫിലിരിക്കുന്ന മരുമോള് നേഴ്സാണ് അവർ വിളിച്ചു പറഞ്ഞത്, അമ്മച്ചിയുടെ ഷാർപ്പായിട്ടുള്ള പല്ലെന്തെങ്കിലും കൊള്ളുന്നതുകൊണ്ടായിരിക്കും, ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കാൻ. ഡെൻറ്റിസ്റ്റിനെ കാണിച്ചു. ഈ ഷാർപ്പായിട്ടുള്ള പല്ലുകളെല്ലാം ചിലതെല്ലാം എടുത്തു, ചിലതെല്ലാം രാഗി ശരിയാക്കി. എന്നിട്ടും പുണ്ണ് മാറുന്നില്ല. അങ്ങനെ വീണ്ടും ഈ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അദ്ദേഹം ബയോപ്സി എടുക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് അവർ എൻ്റെ അടുത്തെത്തുന്നത്. നോക്കുമ്പോൾ ഇപ്പോൾ 2 മാസത്തിലധികം ആയല്ലോ. അപ്പോൾ ബയോപ്സി എടുത്തു, ക്യാൻസറാണ്. അത് ഏർലി സ്റ്റേജിൽ, അതായത് 1ാമത്തെ സ്റ്റേജിൽ തന്നെയാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വായിലുണ്ടാവുന്ന മുറിവുകൾ അല്ലെങ്കിൽ പുണ്ണുകൾ 4 ആഴ്ചയായിട്ടും ചികിത്സ എടുത്തിട്ടും മാറുന്നില്ല എങ്കിൽ നമ്മൾ ബയോപ്സി എടുക്കണം. ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം. അതിനർത്ഥം വായിൽ വരുന്ന എല്ലാ പുണ്ണും ക്യാൻസർ ആണെന്നല്ല. ബഹുഭൂരിപക്ഷവും ക്യാൻസർ അല്ലാത്ത വായ്പുണ്ണ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. പക്ഷേ അതെല്ലാം ചികിത്സ എടുത്താൽ മാറും. ചികിത്സ എടുത്തിട്ടും മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോപ്സി എടുക്കണം.